ഗൈസ്, ഇത് ഉണക്ക നാരങ്ങയാണ്. ഇതിനകത്തൊരു സംഭവമുണ്ട്. ഈ ഒരു ചാറല്ലേ, അമ്മ എനിക്ക് നല്ല അടിയൊന്ന്. ഈ ഒരു ചാറ് ഇങ്ങനെ എടുത്തിട്ട് ഹലോ ചുട്ടുമണികളെ, ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് അച്ചാർ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ നമ്മൾ നാരങ്ങ ഉണക്കി വെച്ചിരുന്നത് മറ്റേ 1 കിലോ 100 രൂപയ്ക്കോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിന് കിടന്നതാണ്. കുറച്ചൊക്കെ നാരങ്ങ വെള്ളം പിഴി ഉണ്ടാക്കി അതിന് കുറച്ച് നാരങ്ങ അച്ചാറുടെ എടുത്തു, കുരുവൊക്കെ കളഞ്ഞാണ് ഉണക്കാൻ വെച്ചത്. ആദ്യം തന്നെ കുറച്ച് നെല്ലെണ്ണ ഒഴിച്ചു, അതിനകത്തോട് കുറച്ച് കടുക് ഇട്ടു, പിന്നെ കുറച്ച് ഉലുവ ഇട്ടു, പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ടു. ആകെ ഒരു 5 സ്പൂൺ നെല്ലെണ്ണ വരും. വീട്ടിലെല്ലാ സാധനവും തീർന്നു, ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചി ഇടണമെന്നുണ്ട്, പക്ഷേ ഇഞ്ചിയില്ല. അത് നല്ലോണം നല്ല വറുത്തെടുത്തത് അമ്മയാണ് ഉണ്ടാകുന്നത്, ഞാനില്ല, എനിക്കിതിനുള്ള വലിയ കഴിവൊന്നുമില്ല. അപ്പോഴത്തേക്കും ഉണക്കിയ നാരങ്ങ അതിനകത്തിട്ടു, പിന്നെ കുറച്ച് മുളക് പൊടി അതിനകത്തോട്ടിട്ടു, പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത്, വറ്റൽമുളക് പൊടിച്ചത്. കാരണം വറ്റൽമുളക് നമ്മൾ ഇടുകയാണെങ്കിൽ അതെന്തായാലും തീർന്നു. പിന്നെ വറ്റൽമുളകിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ചില്ലി ഫ്ലേക്സിന് വില കുറവാണ്. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു, വിനാഗിരി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതും തീർന്നു. പിന്നെ ഉണക്കിയ നാരങ്ങ ഫുൾ അതിനകത്തോട്ടിട്ടു. അതിനുശേഷം ഞാനൊരു കഷ്ണം നാരങ്ങ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കി. കൊള്ളാം, അടിപൊളി സാധനം. കാരണം കയ്പ്പൊന്നുമില്ല, ഉണക്കിയിട്ട് അതിനകത്ത് കുരുവെല്ലാം കളഞ്ഞിട്ടിരുന്നതുകൊണ്ട് അതിനകത്ത് കയ്പ്പൊന്നുമില്ല. പിന്നെ കുറച്ച് പുളിപ്പുണ്ട്. അതിനുശേഷം ഞാൻ ആദ്യം കാണിച്ചില്ലേ ചാറ്, അതിനകത്തോട്ട് കുറച്ച് ഉപ്പും മുളക് പൊടി ഇട്ടതായി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കഴിച്ചു. എൻ്റെ പൊന്ന് സാറേ, ഒരു രക്ഷയും ഇല്ല, കില്ലാടി സാധനം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. ടാറ്റ ബൈ ബൈ ഉമ്മ.